നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. വിദ്യാർത്ഥികൾ നേടുന്ന അറിവുകളെ പ്രയോഗത്തിലേക്ക് കൊണ്ടുവന്ന സമൂഹത്തിന് ഉപകാരപ്രദമാക്കുകയാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നടപ്പാക്കുന്നതെന്ന് മന്ത്രി ആർ ബിന്ദു പട്ടാമ്പിയിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പട്ടാമ്പി റീജിയണൽ സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ സമഗ്രമായ പരിഷ്കാരങ്ങൾക്ക് രൂപം നൽകി പ്രവർത്തിച്ചു വരുന്ന ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പട്ടാമ്പി റീജിയണൽ സെന്ററിന്റെ ഔദ്യോഗിക ഉദ്ഘാടനമാണ് പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ നടന്നത്. കോളേജിലേക്ക് എത്തിയ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിനെയും മറ്റു വിശിഷ്ട വ്യക്തികളെയും NCCയുടെ നേതൃത്വത്തിൽ ഗാർഡ് ഓഫ് ഓണർ നൽകി സ്വീകരിച്ചു. കേരളത്തെ സമ്പൂർണ്ണ ബിരുദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി പുതിയ UG PG പ്രോഗ്രാമുകൾക്കാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഈ അധ്യയന വർഷം തുടക്കം കുറിച്ചിരിക്കുന്നത്. 4 വർഷമായി യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തനം ആരംഭിച്ചിട്ട് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കാതലായ മാറ്റം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലൂടെ സാധ്യമാകുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി ആർ ബിന്ദു സൂചിപ്പിച്ചു. വിദ്യാർത്ഥികൾ നേടിയ അറിവുകളെ പ്രയോഗത്തിലേക്ക് കൊണ്ടുവരികയും അത് സമൂഹത്തിന് ഉപകാരപ്രദമാക്കുകയുമാണ് ഇനിയുള്ള ലക്ഷ്യമെന്നും മന്ത്രി ഓർമ്മപ്പെടുത്തി. കേരളം ഇതുപര്യന്തം ആർജിച്ചിട്ടുള്ള എല്ലാ സമ്പത്തിനേക്കാൾ ഏറ്റവും എടുത്തു പറയേണ്ടുന്നത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട മൂലധനം വിജ്ഞാനമാണ്. അറിവിന്റെ മൂലധനത്തിൽ നിന്നുകൊണ്ട്, അറിവിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് ലോകം ആകെ തന്നെ അഭിനന്ദിക്കുന്ന കേരള വികസന മാതൃക നാം കെട്ടിപ്പടുത്തത്. ഇനിയും സർവകലാശാലകളും കലാലയങ്ങളും ഉൽപ്പാദിപ്പിക്കുന്ന പ്രത്യേകമായ പ്രയോഗക്ഷമമായ അറിവുകളെ സമൂഹത്തിന്റെ ഗുണാത്മക പരിവർത്തനത്തിനും ജനങ്ങളുടെ ജീവിത നിലവാര വർധനവിനും നമ്മുടെ നാടിന്റെ സാമ്പത്തിക അടിത്തറയുടെ വിപുലീകരണത്തിനുമൊക്കെ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നുള്ള പരീക്ഷണങ്ങളാണ് നാം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുഹമ്മദ് മോഹസിൻ MLA അധ്യക്ഷനായിരുന്നു. പഠന സാമഗ്രികളുടെ വിതരണം പ്രോ വൈസ് ചാൻസലർ പ്രൊഫസർ SV സുധീർ നിർവഹിച്ചു. സിൻഡിക്കേറ്റ് അംഗം ബൈജു K മാത്യു, പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി, വൈസ് ചെയർമാൻ TP ഷാജി, കോളേജ് പ്രിൻസിപ്പൽ CD ദിലീപ്, മറ്റു സിൻഡിക്കേറ്റ് അംഗങ്ങളും പങ്കെടുത്ത് സംസാരിച്ചു. പട്ടാമ്പി സെൻട്രൽ ഓർച്ചാർഡ് നവീകരിക്കുന്നു. 5 കോടി രൂപ ചെലവിലാണ് നവീകരണം. ഇതുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് മോഹസിൻ MLAയുടെ അധ്യക്ഷതയിൽ ഉദ്യോഗസ്ഥതല യോഗം ചേർന്നു. കഴിഞ്ഞ സംസ്ഥാന ബജറ്റിലാണ് പട്ടാമ്പി സെൻട്രൽ ഓർച്ചാർഡിന്റെ സമഗ്ര നവീകരണത്തിനായി സംസ്ഥാന സർക്കാർ 5 കോടി രൂപ വകയിരുത്തിയത്. ഇതിന്റെ ഭാഗമായുള്ള നവീകരണ പ്രവൃത്തികൾക്കാണ് ഓർച്ചാർഡിൽ തുടക്കം കുറിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് മോഹസിൻ MLAയുടെ അധ്യക്ഷതയിൽ കൃഷി വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി യോഗം ചേർന്നു. 1962 പട്ടാമ്പിയിൽ ഓർച്ചാർഡിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. ഓർച്ചാർഡിന്റെ നവീകരണത്തിലൂടെ ഒരു ഫാം ടൂറിസമാണ് ലക്ഷ്യമിടുന്നത്. പട്ടാമ്പിയിൽ നമുക്കറിയാം, സെൻട്രൽ ഓർച്ചാർഡിന്റെ സമഗ്ര നവീകരണം നടക്കുമ്പോൾ കാർഷിക മേഖലയ്ക്ക് ഉണർവേകുക മാത്രമല്ല, പുതിയ കൃഷിക്ക് വേണ്ടി പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വരുന്ന ആളുകൾക്ക് അറിവ് ലഭിക്കുന്ന രീതിയിൽ എങ്ങനെ കൃഷി ചെയ്യാൻ പറ്റും ആധുനികമായിട്ട് എന്നതിന് അറിവ് ലഭിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമായിരിക്കണം ഇവിടെ നടക്കുന്നത് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മുടെ വിവിധങ്ങളായിട്ടുള്ള ഹെർബൽ ഫ്രൂട്ട്സ്, അതുപോലെ തന്നെ ഔഷധ സസ്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട സംവിധാനങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ എക്സോട്ടിക് ഫ്രൂട്ട്സിൻ്റെ സംവിധാനങ്ങൾ ഉണ്ടാവും. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ഒരു ഫാം ടൂറിസത്തിന് വലിയ ഏക്കർ കണക്കിനുള്ള സ്ഥലം ആളുകൾക്ക് വന്ന് പട്ടാമ്പിയിൽ ഫാമിനെ കുറിച്ച് പഠിക്കാൻ, കൃഷിയെക്കുറിച്ച് അറിയാൻ, കുറച്ച് സമയം നല്ല സമയമായി ചെലവഴിക്കാൻ, അതായത് അവരുടെ ലേഷർ ടൈം ചെലവഴിക്കുന്നതോടൊപ്പം അറിവും ലഭിക്കുന്ന രീതിയിലുള്ള ഒരു ഫാം ടൂറിസം കൂടി നമ്മൾ ഇതിൽ ലക്ഷ്യം വെക്കുന്നുണ്ട്. ഓർച്ചാർഡിന്റെ സമഗ്ര നവീകരണവുമായി ബന്ധപ്പെട്ട് വിശദമായ പദ്ധതി രൂപരേഖ തയ്യാറാക്കി വരികയാണ്. ഇതിന്റെ ഭാഗമായി കൂടിയായിരുന്നു കൃഷിവകുപ്പ് അഡീഷണൽ ഡയറക്ടർ തോമസിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘവുമായി MLA ചർച്ച നടത്തിയത്. കലാമണ്ഡലം മുൻ രജിസ്ട്രാർ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ വിവാദ പരാമർശം തികച്ചും വസ്തുതാ വിരുദ്ധമെന്ന് നിലവിലെ രജിസ്ട്രാർ ഡോക്ടർ P രാജേഷ് കുമാർ പറഞ്ഞു. കലാമണ്ഡലം മുൻ രജിസ്ട്രാർ ഗ്രാമപ്രകാശ് 3 മാസങ്ങളിലായി അനധികൃതമായി 30,000 രൂപ കൈപ്പറ്റിയിരിക്കുന്നു എന്ന 2010 സർക്കാർ ഓഡിറ്റിൽ വ്യക്തമായിരുന്നു. ഇത് തിരിച്ചടയ്ക്കുന്നത് ഒഴിവാക്കണമെന്ന് പറഞ്ഞ് ഗ്രാമപ്രകാശ് നൽകിയ കത്തും സർക്കാർ നിരാകരിച്ചിരുന്നു.
ഈ സാഹചര്യത്തിലാണ് കലാമണ്ഡലം മുൻ രജിസ്ട്രാർ അനധികൃതമായി കൈപ്പറ്റിയ തുക പലിശ സഹിതം തിരിച്ചടയ്ക്കണമെന്ന നിലപാടുമായി കലാമണ്ഡലം മുന്നോട്ട് വന്നത്. ഇത് തികച്ചും നിയമപരമായ നടപടിയാണെന്നും അദ്ദേഹത്തിന്റെ കുടുംബപരമായോ വ്യക്തിപരമായോ യാതൊരു തരത്തിലുള്ള വൈരാഗ്യബുദ്ധിയോടുകൂടിയുള്ള നടപടിയല്ലെന്നും സർക്കാർ തരത്തിലുള്ള നിയമ നടപടിയാണെന്നും കലാമണ്ഡലം രജിസ്ട്രാർ പറഞ്ഞു. 2017 വീണ്ടും അദ്ദേഹം ഭരണസമിതിയിൽ വന്നപ്പോൾ അദ്ദേഹം തന്നെ ഇരുന്നൊരു കമ്മിറ്റിയാണ് ഈ ഓഡിറ്റ് പരാമർശവും സർക്കാരിന്റെ കത്തും നിരാകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ അരിയർ മുഴുവൻ റിലീസ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നത്. 6,71,000 രൂപയാണ് ഏകദേശം കഴിഞ്ഞ 7 വർഷമായിട്ട് ഡോക്ടർ ഗ്രാമപ്രകാശ് കലാമണ്ഡലത്തിൽ നിന്ന് TA സിറ്റിംഗ് ഫീ ഇനത്തിൽ വാങ്ങിയിട്ടുള്ളത്. അതിൽ അദ്ദേഹത്തെ ഭരണസമിതിയിൽ നിന്ന് നീക്കം ചെയ്ത അവസ്ഥയിൽ അദ്ദേഹത്തിൽ നിന്ന് കിട്ടാനുള്ള 30,000 രൂപ തിരിച്ചു പിടിക്കണമെന്ന് സ്വാഭാവികമായിട്ടും നമ്മുടെ ഫയൽ എഴുതി. അത് വൈസ് ചാൻസലർ അംഗീകരിച്ചു. അങ്ങനെ അദ്ദേഹത്തിന് കത്ത് കൊടുത്തു 18% പലിശ അടക്കം ഈ പൈസ തിരിച്ചടയ്ക്കാൻ. എന്നാൽ അതിനെ തുടർന്ന് നിലവിലുള്ള വൈസ് ചാൻസലർക്ക് രേഖാമൂലം ഒരു കത്തയച്ചു ഈ തുക സംബന്ധിച്ച്. അപ്പോഴാണ് ഞങ്ങൾ വിശദമായൊരു കത്ത് ഇതിന്റെ നാൾവഴികൾ കൂടി സൂചിപ്പിച്ചുകൊണ്ടൊരു കത്ത് നൽകിയത്. കൂടാതെ നിലവിലെ രജിസ്ട്രാർ അനധികൃതമായി പണം കൈപ്പറ്റുന്നു എന്ന വിഷയത്തിൽ UGC അംഗീകരിച്ച പ്രകാരം മറ്റെല്ലാ സർവകലാശാലകളിലും രജിസ്ട്രാർ വാങ്ങുന്ന പണം മാത്രമാണ് സ്വീകരിക്കുന്നത് എന്നും രജിസ്ട്രാർ കൂട്ടിച്ചേർത്തു. UGC സ്കെയിലുള്ള ശമ്പളം അനുവദിച്ചുകൊണ്ട് സർക്കാർ കഴിഞ്ഞ ദിവസം കത്തയച്ചിട്ടുണ്ട്. 29/8/2024 കത്ത് കലാമണ്ഡലത്തിൽ നിലവിലെ രജിസ്ട്രാർക്ക് UGC നിരക്കിൽ ശമ്പളം വാങ്ങിക്കാവുന്നതാണ് എന്നുള്ള കത്തും വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം ഇല്ല, അദ്ദേഹത്തിന്റെ അഭിപ്രായം തികച്ചും വസ്തുതാവിരുദ്ധമാണ്. ഏതെങ്കിലും തരത്തിൽ കലാമണ്ഡലത്തിൽ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന്, രജിസ്ട്രാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്ക് ഓഡിറ്റ് പരാമർശം മുഖേന ഏതെങ്കിലും ലയബിലിറ്റി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ശമ്പളത്തിൽ നിന്നോ അല്ലെങ്കിൽ പെൻഷനിൽ നിന്നോ പിടിക്കും. അതാണ് സർക്കാർ നിയമം. അതെല്ലാവർക്കും ബാധകമാണ്. അത് നിലവിലുള്ള രജിസ്ട്രാർക്കും മുൻ രജിസ്ട്രാർക്കും എല്ലാം ബാധകമാണെന്ന് മാത്രമേ ആ വിഷയത്തിൽ. CCTV ന്യൂസ് തളി. ഓടിക്കൊണ്ടിരിക്കുന്ന ഗുഡ്സ് ട്രെയിനിന്റെ ബോഗികൾ വേർപെട്ടു. ലോക്കോ പൈലറ്റിന്റെ അടിയന്തര ഇടപെടൽ കൊണ്ട് വൻ അപകടം ഒഴിവായി. മുള്ളൂർക്കര ആറ്റൂർ മനപ്പടിക്ക് സമീപമാണ് ചൊവ്വാഴ്ച പുലർച്ചെ 5:45 അപകടമുണ്ടായത്. ഡ്രൈവറും ലോക്കോ പൈലറ്റും ഗാർഡും ചേർന്ന് വേർപെട്ട ബോഗികൾ ശരിയാക്കി. 1 മണിക്കൂറിൽ അധികം തീവണ്ടി ഗതാഗതം തടസ്സപ്പെട്ടു. 1 മണിക്കൂറിന് ശേഷം ഗതാഗതം പുനരാരംഭിച്ചു. ഈ സമയം മുള്ളൂർക്കര റെയിൽവേ ഗേറ്റ് അടച്ചിട്ടതിനാൽ ജനങ്ങൾക്ക് റോഡ് ഗതാഗതവും ബുദ്ധിമുട്ടായി. തെരുവ് നായ്ക്കൾ ബൈക്കിന് കുറുകെ ചാടി ബൈക്ക് യാത്രികനായ യുവാവിന് പരിക്കേറ്റു. ഒതളൂർ സ്വദേശി PV അശ്വിനാണ് പരിക്കേറ്റത്. തിങ്കളാഴ്ച രാത്രി ഒതളൂരിൽ നിന്നും മാണൂരിലേക്കുള്ള യാത്രാമധ്യേ ആനക്കര ഹൈസ്കൂൾ പരിസരത്ത് വെച്ചായിരുന്നു സംഭവം. കൈകൾക്കും കാലിനും സാരമായി പരിക്കേറ്റ യുവാവ് കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. പട്ടാമ്പി സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിൽ ഓണം ഫെയർ തുടങ്ങി. നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു. ഉത്രാടം വരെ നീണ്ടു നിൽക്കുന്ന ഓണച്ചന്തയ്ക്കാണ് പട്ടാമ്പി സപ്ലൈകോയിൽ തുടക്കം കുറിച്ചിരിക്കുന്നത്. വിലക്കയറ്റം പിടിച്ചു നിർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഓണക്കാലത്ത് ന്യായമായ വിലയ്ക്ക് ഭക്ഷ്യവസ്തുക്കൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യവുമായി ഓണം ഫെയർ ആരംഭിച്ചിരിക്കുന്നത്. നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി ഓണം ഫെയറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വിലക്കുറവോട് കൂടിയുള്ള ഓരോ സാധനങ്ങൾക്കും ഇവിടെ ഓഫറുകളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ മറ്റ് ഈ ഓണ സീസണുകളിൽ മാത്രമല്ല മറ്റ് എല്ലാ ഉത്സവ സീസണുകളിലും ഇത്തരത്തിലുള്ള ഓഫറുകൾ ഈ സപ്ലൈകോയിൽ നിന്ന് ലഭിക്കുന്നതാണ്. നമുക്കറിയാം സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക ഇടപെടൽ തന്നെയാണ് ഇത്തരത്തിലുള്ള ഈ സപ്ലൈകോയും പൊതു മറ്റ് വിപണിയിലെ വിലക്കുറവ് വിലവർദ്ധനവ് നികത്തുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ ഇത്തരത്തിലുള്ള പദ്ധതികൾ ആരംഭിച്ചിരിക്കുന്നത്. തീർച്ചയായും സാധാരണക്കാരായ ആളുകൾക്ക് ഇത് വളരെ ഉപകാരമായിരിക്കുമെന്നതിൽ യാതൊരു തർക്കമില്ല. എല്ലാവർക്കും ഓണാശംസകൾ നേരുകയാണ്. കൂടുതലായി നീട്ടി സംസാരിക്കുന്നത് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൂടി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. വൈസ് ചെയർമാൻ TP ഷാജി അധ്യക്ഷനായിരുന്നു. നഗരസഭാ കൗൺസിലർ KR നാരായണസ്വാമി ആദ്യ വിൽപ്പന നിർവഹിച്ചു. കൗൺസിലർമാരായ CS സാജിദ്, A സുരേഷ്, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ജയകൃഷ്ണൻ പടനായകത്ത്, അബ്ദുറഹ്മാൻ, ജില്ലാ സപ്ലൈ ഓഫീസർ ഷീജ, മാനേജർ സുനിത തുടങ്ങിയവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. തൃത്താല ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഓണം വിപണനമേള ജനശ്രദ്ധയെ ആകർഷിക്കുന്നു. സെപ്റ്റംബർ 9 മുതൽ 14 വരെ കൂറ്റനാട് പട്ടാമ്പി റോഡിൽ ഐഷ പ്ലാസ ഷോപ്പിംഗ് കോംപ്ലക്സിലാണ് ഓണം വിപണനമേള നടക്കുന്നത്.
വനിതകളുടെ കലോത്സവം, ഭിന്നശേഷി കലാമേള, അംഗനവാടി കലോത്സവം എന്നിവ മേളയുടെ ഭാഗമായി വിവിധ ദിവസങ്ങളിലായി നടക്കും. കൂടാതെ കാർഷിക വ്യാവസായിക പ്രദർശനം, പരമ്പരാഗത ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയും പ്രദർശനവും, വിവിധ സർക്കാർ വകുപ്പുകളുടെയും സ്വകാര്യ സ്ഥാപനങ്ങളുടെയും സ്റ്റാളുകൾ തുടങ്ങിയവ മേളയോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ട്. മേളയുടെ ഭാഗമായി എല്ലാ ദിവസവും വൈകിട്ട് മികച്ച കലാകാരന്മാരെ അവതരിപ്പിക്കുന്ന ആകർഷകമായ കലാപരിപാടികളും ജനശ്രദ്ധയാകർഷിക്കുന്നുണ്ട്. സെപ്റ്റംബർ 13 വൈകിട്ട് 6 മണിക്ക് മേള സമാപിക്കും. സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ് നിർവഹിക്കും. CCTV ന്യൂസ് തൃത്താല. പാലക്കാട് പ്രവാസി അസോസിയേഷൻ ഓണാഘോഷം 2024 പട്ടാമ്പി സ്നേഹനിലയത്തിലെ അന്തേവാസികളുമായി ആഘോഷിച്ചു. സ്നേഹനിലയത്തിലെ സ്റ്റാഫുകളടക്കം 56 അംഗങ്ങൾക്ക് ഓണപ്പുടവ വിതരണവും പൊന്നാട അണിയിച്ച് ആദരിക്കലുമുണ്ടായി. പ്രസിഡന്റ് ശോഭ നായരുടെ അധ്യക്ഷതയിൽ SI ബാബു ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് SI ബാബുവിനെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. തുടർന്ന് ഗൾഫ് കോർഡിനേറ്റർ അബ്ദുള്ള വാക്കുളങ്ങര, ചെയർമാൻ ശിവരാമൻ, ട്രഷറർ അറുമുഖൻ, സതീഷ് അലൂർ, സുരേന്ദ്രൻ പട്ടാമ്പി, കമാൽ പട്ടാമ്പി, സയ്യിദ് മുഹമ്മദ്, മുസ്തഫ കളത്തിൽ, സൈനുദ്ദീൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. മജിഷ്യൻ സുരേന്ദ്രന്റെ മാജിക് ഷോയും ആലൂർ ഗാനതരംഗിണി ഗ്രൂപ്പിന്റെ കരോക്കെ ഗാനമേളയും ഉണ്ടായി. സയ്യിദ് മുഹമ്മദ് നന്ദി പറഞ്ഞതോടെ പരിപാടിക്ക് സമാപനമായി. രാവിലെ 10 മണിക്ക് ആരംഭിച്ച പരിപാടികൾ വൈകിട്ട് 4 മണിക്കാണ് സമാപിച്ചത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓങ്ങല്ലൂർ പഞ്ചായത്തിലേക്ക് BJPയുടെ മാർച്ച്. BJP ജില്ലാ പ്രസിഡന്റ് KM ഹരിദാസ് സമരം ഉദ്ഘാടനം ചെയ്തു. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ വികസന മുരടിപ്പാണെന്ന് ആരോപിച്ചും കേന്ദ്ര സർക്കാരുകൾ കേന്ദ്ര പദ്ധതികളെ അട്ടിമറിക്കാനാണ് പഞ്ചായത്ത് ഭരണസമിതി ശ്രമിക്കുന്നതെന്നും ആരോപിച്ചുകൊണ്ടാണ് BJPയുടെ നേതൃത്വത്തിൽ ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. മനപ്പടിയിൽ നിന്നും ആരംഭിച്ച മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന സമരം BJP ജില്ലാ പ്രസിഡന്റ് KM ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. ഈ 5.5 ലക്ഷം ഗ്രാമം ഉൾപ്പെടെ ഇന്ത്യ രാജ്യത്തെ എല്ലാ പ്രദേശങ്ങളിലേക്കും ജലമെത്തിക്കാൻ, ശുദ്ധജലമെത്തിക്കുന്ന പദ്ധതിയാണ് ജൽജീവൻ മിഷൻ. എന്റെ ഓങ്ങല്ലൂർ പഞ്ചായത്തില് അത് കാര്യക്ഷമമായി നടപ്പാക്കാൻ എന്തേ നിങ്ങൾക്ക് സാധിച്ചില്ല? അവിടെ അതിന്റെ പേരിൽ വെട്ടിപ്പൊളിച്ചിട്ട റോഡുകളിൽ ആ റോഡിന്റെ കുഴിയിൽ വീണ് ആള് മരിക്കുന്ന അവസ്ഥ വരെ ഈ ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ ഉണ്ടായിട്ടുണ്ട്. പറയാതിരിക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെ പണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, ഓങ്ങല്ലൂർ പഞ്ചായത്തില് ഒരു ലോട്ടറി അടിച്ച കഥ നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ലോട്ടറി അടിച്ചു മാറ്റി കൊണ്ടുപോകാൻ ആ കാലഘട്ടത്തിൽ ഒരുപാട് നേതാക്കന്മാർ ശ്രമിച്ചു. പക്ഷേ അവർക്കത് കൊണ്ടുപോകാൻ സാധിച്ചില്ല. അവസാനം ആ ലോട്ടറിയുടെ പണമെടുത്ത്, ലോട്ടറി അടിച്ച പണമെടുത്ത് വാടാനാംകുറിശ്ശിയില് 10ാം വാർഡില്, അന്ന് 10ാം വാർഡിലെ മെമ്പർ ഉണ്ണികൃഷ്ണന BJPയുടെ മെമ്പറാ. ആ 10ാം വാർഡില് ഒരു ചെറിയ ഓഡിറ്റോറിയം ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചു. ജയശങ്കർ അധ്യക്ഷനായിരുന്നു. നേതാക്കളായ ജയൻ, VC സന്തോഷ്, ഗോപി പോക്കോട്, A റഹീം, ഉണ്ണികൃഷ്ണൻ, ശ്രീദേവി തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. കപ്പൂർ എറവക്കാട് സ്വദേശി കുഴഞ്ഞു വീണു മരിച്ചു. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ യുവാവ് കുഴഞ്ഞു വീഴുകയായിരുന്നു. കൊഴിക്കര പാറയിൽ മൊയ്തുണ്ണിയുടെ മകൻ കുഞ്ഞഹമ്മദാണ് മരിച്ചത്. 46 വയസ്സാണ്. എറവക്കാടുള്ള താമസ സ്ഥലത്ത് കുഴഞ്ഞു വീണ കുഞ്ഞു മുഹമ്മദിനെ നാട്ടുകാർ ചേർന്ന് ചങ്ങരംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. ഇതോടെ നിലവര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.